യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരാകുമെന്നുള്ള കാര്യത്തിലുള്ള തർക്കം തുടരുകയാണ്. കാരണം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ അബിൻ വർക്കിക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഏറെ വോട്ടുകൾ അദ്ദേഹം നേടിയിരുന്നു. പിന്നെ അഭിജിത്തുണ്ട്, നിരവധി പേർ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ആർക്കായിരിക്കും സാധ്യത? ഇപ്പോൾ ഈ അബിൻ വർക്കിക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ വൻ രീതിയിലുള്ള ട്രോളുകൾ വരുന്നുണ്ട്. അതായത് കട്ടപ്പ എന്നുള്ള രീതിയിൽ പിന്നിൽ നിന്ന് കുത്തിയതാണ് എന്നൊക്കെ ഉള്ളത്. രാഹുലിൻ്റെ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവരുടെ ഈ ഒരു യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് അവർ അബിൻ വർക്കി ഒരു പക്ഷമുണ്ട്, അവർ ചോദിക്കുന്നത് രാഹുലിൻ്റെ കയ്യിലിരിപ്പിന് അബിനെ എന്തിനാണ് പഴിക്കുന്നത്, ചതിയനാക്കി ചിത്രീകരിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കി എത്താതിരിക്കാൻ ഷാഫിയും കൂട്ടരും നടത്തുന്ന ഈ പരിപാടിയാണ് ഇത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത് എന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ പോരെന്തായാലും മുറുകുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ ഇടത്ത് നിറഞ്ഞത് അബിൻ കട്ടപ്പയാണെന്നുള്ള തരത്തിലുള്ള ട്രോളുകളും പോസ്റ്റുകളും ഒക്കെയായിരുന്നു. ഇതിന് പിന്നിൽ രാഹുൽ ഷാഫി ടീമാണ് എന്നാണ് യുവജന വിഭാഗത്തിൽ നിന്ന് കേൾക്കുന്ന ചില അടക്കം പറച്ചിലുകൾ. അപ്പോൾ രാഹുൽ തനി രാഷ്ട്രീയ മാലിന്യമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ആ വിഴുപ്പ് പാർട്ടി ചുമക്കേണ്ട ആവശ്യമില്ല. കട്ടപ്പയുടെ കുപ്പായം ചേരുന്നത് രാഹുലിനും ഷാഫിക്കും തന്നെയാണെന്നും പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്നത് ഇവരാണെന്നും ഒക്കെയാണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചയാണ്. അത് ഇവർക്കാർക്കും ഇതെല്ലാം ഫേക്ക് അക്കൗണ്ടുകളിൽ വന്നാണ് പറയുന്നത്. ഈ KSUവിൻ്റെ കൊടിയും മറ്റും പ്രൊഫൈൽ പിക്ചർ ഇട്ടുകൊണ്ട് വന്ന് സംസാരിക്കും. ഇവർ യൂത്ത് കോൺഗ്രസ് ആണോ അതോ SFI ആണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സജീവമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വേറൊരാളെ പരിഗണിച്ചാൽ താനും 40 പേരും രാജിവെക്കും. അതായത് ഞാനും എൻ്റെ ആളും എൻ്റെ 40 പേരും രാജിവെക്കും എന്ന് എന്താണ് അബിൻ വർക്കി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് യൂത്ത് കോൺഗ്രസിനെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ KC വേണുഗോപാലിൻ്റെ ഒരു ശ്രമം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ വേണുഗോപാൽ അയാൾക്ക് വേണ്ടി പറഞ്ഞില്ല എന്നുള്ളൊരു പ്രതിഷേധമുണ്ട്. പിന്നെ KM അഭിജിത്തിനെ ആക്കണമെന്ന് A ഗ്രൂപ്പുകാരുടെ ആവശ്യം. തൻ്റെ ആളിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കണമെന്നാണ് ഷാഫി പറമ്പലിൻ്റെ ആവശ്യം. JS അഖിൽ അടക്കമുള്ള പേരുകളും ചില നേതാക്കൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു വനിതയെ സംസ്ഥാന അധ്യക്ഷയാക്കി ഇപ്പോഴുള്ള നാണക്കേട് പരിഹരിക്കണമെന്നും ഒരു കൂട്ടം നേതാക്കളുടെ ആവശ്യമുണ്ട്. എല്ലാം കൊണ്ടും കലങ്ങി മറയുകയാണ് യൂത്ത് കോൺഗ്രസ്. കഴിവും സമരവീര്യവും സംഘടനാ മികവും ഒന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ഇത്തവണ പരിഗണിക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. അതായത് സംഘടനാ തിരഞ്ഞെടുപ്പിൽ രണ്ടാമനായെങ്കിലും യഥാർത്ഥ വിജയി അബിൻ വർക്കി ആണെന്നാണ് അന്ന് തന്നെ അങ്ങനെ പറഞ്ഞവരുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇപ്പോൾ കളം മാറുന്നുണ്ട്. കാരണം ഗ്രൂപ്പാണ് മുഖ്യം. സമാനതകളില്ലാത്ത വീറും വാശിയുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായത്. ഉമ്മൻചാണ്ടി തരംഗവും ആ തിരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിരുന്നു. ഷാഫി പറമ്പിൽ തൻ്റെ പിൻഗാമിയായി അടൂരുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അവതരിപ്പിച്ചതെന്നായിരുന്നു. അതായത് അന്നത്തെ സംഘടനാ സംവിധാനവും അങ്ങനെ മാങ്കൂട്ടത്തിനൊപ്പമായി. എന്നിട്ടും അബിൻ വർക്കി പോരാടി. അതായത് നമുക്ക് ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ വളർച്ച എന്ന് പറഞ്ഞത് അതും കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കുടുംബ പാരമ്പര്യമൊന്നും ഇല്ലാതെ നമ്മൾ ഈ 11-ൽ വ്യാഴം നിൽക്കുക എന്ന് പറയും, അങ്ങനെ ഒരു പോക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മാത്രം പിന്തുണയിൽ 1.5 ലക്ഷത്തിലധികം വോട്ട് നേടിയിരുന്നു ഈ അബിൻ വർക്കി. മത്സരിച്ച 11 പേരെയും ബഹുദൂരം പിന്നിലാക്കി 2ാം സ്ഥാനത്ത് എത്തിയിട്ടും പോലീസ് എടുത്ത കള്ളവോട്ട് കേസിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞില്ല അബിൻ. അത് രാഹുലിനെ ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം പ്രവർത്തകർ കട്ടപ്പ എന്ന് വിളിച്ച ആക്ഷേപം ചൊരിഞ്ഞ് അബിൻ വർക്കിയെ വെട്ടി ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. അതും ക്രിസ്ത്യാനിയാണ് എന്ന ന്യായം പറഞ്ഞതാണ് വസ്തുത. അതായത് NSUവിലും യൂത്ത് കോൺഗ്രസിലും ഒരേ സമയം ഒരേ പദവികൾ വഹിച്ചിട്ടുള്ള സുഹൃത്തുക്കളാണ് രാഹുലും അബിൻ വർക്കിയും. ചാനൽ ചർച്ചകളിലൂടെ ഏറെ പരിചിതമായ മുഖങ്ങളും ഇവർ തമ്മിലായിരുന്നു. കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരം OJ ജനീഷ്, വിഷ്ണു, സുനിൽ KA അബിദലി, ST അനീഷ്, T അനുതാജ്, ഹരിത ബാബു, VP ദുൽക്കിഫിൽ, ജാസ് നളിൻ പോത്തൻ, SJ പ്രേംരാജ്, VK ഷിപ്ന, S വൈശാഖ്, വീണ S നായർ എന്നീ 12 പേർ കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് അബിൻ വർക്കി. KSU ദേശീയ സെക്രട്ടറി ആയിരുന്നു. കോലഞ്ചേരി ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിലും ലോ അക്കാദമിയിൽ നിന്ന് നിയമത്തിലും ബിരുദം നേടി എറണാകുളം കോലഞ്ചേരി സ്വദേശിയാണ് അബിൻ. സോഷ്യൽ മീഡിയയിൽ കരുതലോടെ ഇടപെട്ട് മുഖം പല പ്രശ്നങ്ങളിലും വ്യത്യസ്തമായ നിലപാടെടുത്തപ്പോഴും പാർട്ടി അച്ചടക്കം പാലിച്ച യുവ നേതാവാണ് അബിൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ പോര് മുറുകുന്നു എന്നതാണ് വസ്തുത. അധ്യക്ഷ സ്ഥാനത്തിനായി
സമൃദ്ധ സകലവിധ തന്ത്രങ്ങളുമായി നേതാക്കൾ രംഗത്തുണ്ട്. നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തു നിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കും എന്ന് തന്നെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിക്കൊപ്പം 40 ഭാരവാഹികളുമുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നതാണ് അബിനെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നത്. ന്യായമായ ഒരു ആവശ്യവുമാണ്, കാരണം വൈസ് പ്രസിഡന്റ് കൂടിയാണല്ലോ. അതുമാത്രമല്ല കഴിഞ്ഞ തവണ അത്രയധികം വോട്ട് ഇയാളോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം മത്സരിച്ച് അത്രയധികം വോട്ട് നേടിയ ഒരു വ്യക്തിയാണ്. ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമാണ്. അപ്പം ഇങ്ങനെ ജാതിയുടെ പേരിലൊക്കെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. അത് മാത്രമല്ല കള്ളവോട്ടിന്റെ ആരോപണം വന്നപ്പോഴും പാർട്ടിക്ക് ഒപ്പം നിൽക്കുകയാണ്. രാഹുലിനെ തള്ളി പറഞ്ഞില്ല പാർട്ടി സ്ഥാനത്തിന് വേണ്ടി. അപ്പോൾ എന്തായാലും സമുദായ സന്തുലിതത്തിന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ അനുവദിക്കരുത് എന്നാണ് അബിൻ വർക്കിക്കായി വാദിക്കുന്നവർ പറയുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമതെത്തിയ ആളാണ് അബിൻ വർക്കി. ഈ പരിഗണന അബിൻ ലഭിക്കണമെന്നും ചെരുപ്പിനൊത്ത് പാദം മുറിക്കരുത് എന്നും നേതാക്കൾ ഇപ്പോൾ വിമർശന രൂപേണ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. രാഹുൽ ആദ്യഘട്ടമായാണ് സംഘടന ചുമതല ഒഴിഞ്ഞത്. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് സതീശൻ പറഞ്ഞു. വേറിട്ട പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. അത് നമ്മൾ ഇന്നലെ കണ്ടാണ് ഈ ഡിവൈഎഫ്ഐക്കാരുടെ പ്രതിഷേധ മാർച്ചൊക്കെ വി ഡി സതീശൻ്റെ വീട്ടിലോട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഡി സതീശൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ക്ലിഫ് ഹൗസിലോട്ട് പോകും, അവിടെ മന്ത്രിയായിട്ട് വരെ ഇരിക്കുന്നവരുണ്ട്. നമുക്കറിയാം AK ശശീന്ദ്രനൊക്കെ അന്ന് രാജിവെച്ചിരുന്നെങ്കിലും പിന്നീട് വീണ്ടും പിണറായി മലയാളികളുടെ മറവിയെ പറ്റി അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. വീണ്ടും മന്ത്രിയാക്കി കയറ്റി. വനം വകുപ്പിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ മുകേഷ് ഉണ്ട്. നമ്മുടെ ഇത് എന്താ പറയുക, കടകംപള്ളിയുടെ ഓഡിയോ ക്ലിപ്പ് ഞാൻ കുറച്ച് മുന്നേ കൂടെ കേട്ടേ ഉള്ളൂ. നാളെ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കോഴി ഫാം തന്നെ സ്വന്തമായിട്ടുള്ളവരാണ് ഇവര്. ചിക്കൻ തണ്ടൂരി പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായാലും രാഹുലിന് ഈ സന്ദേശം കോൺഗ്രസ് നൽകിയിട്ടുണ്ടെന്നും അതും BJPക്കെതിരെയും ഇദ്ദേഹം ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മുൻ മുഖ്യമന്ത്രി ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല, മുൻ മുഖ്യമന്ത്രി ഈ ഒരു കേസ് ഉണ്ടായിട്ടും ഇതിൽ തുടർന്നു, അതായത് ഒരു സ്ത്രീ പീഡന കേസ് ഉണ്ടായിട്ടും. അപ്പോൾ അവരൊക്കെയാണ് നമ്മളെ ന്യായം പഠിപ്പിക്കാൻ വരുന്നത്. ആരും പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല, നമ്മളത് വന്ന ഉടനെ തന്നെ നടപടി എടുത്തിട്ടുണ്ട്. നിയമ സാധ്യതയിലേക്ക് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കേസായാൽ മാത്രമേ, അതാണ് രാഹുലും അന്ന് പറഞ്ഞിരുന്നത്, ഒരു പരാതി വരണം, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ബോഡി വന്നാൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്.